ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സേമിയോ മാംഗോ പുഡിംഗ് ആണ് കേട്ടോ. വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഈ പുഡിംഗ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് സേമിയ ഒന്ന് വേവിക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയയും 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, വേവിച്ചെടുക്കണം കേട്ടോ. സേമിയ നമ്മൾ സാധാരണ സേമിയ വേവിച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. സേമിയ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അടിക്ക് പിടിക്കാതെ സേമിയ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടാങ്കിൻ്റെ പൊടിയാണ്, മാംഗോ ടാങ്കിൻ്റെ പൊടിയാണ്. അത് ഒരു 1/4 കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം വേണമല്ലോ പുഡിങ്ങിന്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും ഒരു നുള്ളു ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ കലക്കി കൊടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. കല്ലോ മണ്ണോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ സേമിയയിലേക്ക് അതെല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറുക്കിയെടുക്കാം. കുട്ടികൾക്ക് പൊടി കുറുക്കി കൊടുക്കില്ലേ, അതുപോലെ എങ്ങോട്ട് കുറുക്കിയെടുക്കാം. അങ്ങനെ കുറുകി വരുന്ന സമയത്ത് എന്താ വേണ്ടിയെന്നറിയോ, നമുക്ക് തീ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കുറുകി കിട്ടണം. ഇത്രയും കുറുക്കം വേണം കേട്ടോ നമ്മുടെ ഈ പുഡിങ്ങിന്. ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് വേണം പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞ ഫുഡ് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാനൊന്ന് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിച്ചൊന്നും കൊടുക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു മാങ്ങ ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തിയിട്ട് അടിപൊളി മാങ്ങയാണ് കേട്ടോ. അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തിയിട്ട് ഉള്ളിലേക്കൊക്കെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുത്തിയിറക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂറൊന്ന് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും സൈഡൊക്കെ വിട്ട് നല്ല പെർഫെക്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് വന്ന നമ്മുടെ ഈ പുഡിങ് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഞാൻ ഇത്തിരി എടുത്തൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.